ഗൈസ്, വെൽക്കം ബാക്ക് ടു അബി സ്പോട്ടിൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ്. അതും ഈസ്റ്റർ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് വേണ്ടുന്നത് ചിക്കനാണ്. നിങ്ങൾക്ക് എത്ര ചിക്കൻ വേണമെങ്കിലും എടുക്കാതെ ആ ചിക്കൻ നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തതിന് ശേഷം ആ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടിയും പോകരുത്, കുറഞ്ഞും പോകരുത്. ആ ഒരു അളവിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കണേ. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ആ മുളക് പൊടി നിങ്ങൾക്ക് എത്ര അളവിൽ ഇടാം. കുറഞ്ഞു പോയാൽ കുഴപ്പമൊന്നുമില്ല, കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം 2 ടീസ്പൂൺ കുരുമുളക് പൊടി. നമ്മളിത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണാണ്. ചിക്കൻ്റെ അളവ് അനുസരിച്ചാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതേ അളവ് ഗരം മസാല ഇട്ട് കൊടുക്കണേ. 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ ചിക്കൻ്റെ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂടിയാൽ കുറയൊന്നും ചെയ്യല്ലേ. ഉപ്പും ഞാൻ പറഞ്ഞ പോലെ തന്നെ മിഡിലിൽ നിൽക്കണം. അതിന് ശേഷം നമ്മൾക്ക് 1/2 മുറി നാരങ്ങ പിരിഞ്ഞൊഴിച്ച് കൊടുക്കാം. നാരങ്ങ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം, വലിയ ജീരകമേ. ആ ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ടായാലും സ്പൂൺ കൊണ്ടായാലും കുഴപ്പമില്ല. ഒരു നല്ലതുപോലെ മസാല ആ ചിക്കനിൽ പിടിച്ചാൽ മതി. എങ്ങനെ ഇളക്കിയാലും കുഴപ്പമൊന്നുമില്ല, ഇതേപോലെ കിട്ടണം. ആ ചിക്കൻ നമുക്ക് വെക്കേണ്ടത് ഫ്രീസറിൽ വെക്കരുത്. ഫ്രീസറിൽ വെക്കാൻ ഐസ് പിടിക്കും. അതിന് വേണ്ടി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിൽ വെക്കലും അത് പ്രത്യേകിച്ച് ഫ്രിഡ്ജിൽ വെച്ച് 3 മണിക്കൂർ വെക്കാം. നിങ്ങൾ എത്ര മണിക്കൂർ വെക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ആ ഫ്രിഡ്ജിൽ എടുത്തതിന് ശേഷം ഇങ്ങനെയാണ് ചിക്കൻ ഇരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ഒറിഗാനോ ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഓപ്ഷണലാണ്. ഒറിഗാനോ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോർ ഇട്ടതിന് ശേഷം മിക്സ് ചെയ്യണം, നല്ലതുപോലെ മിക്സ് ചെയ്യണേ. കോൺഫ്ലോർ നമ്മൾ പൊരിക്കാൻ നേരം മാത്രമേ ഇടാവൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കടായിലേക്ക് ചിക്കൻ പൊരിക്കുന്നതിന് വേണ്ടി ആണ് ഒരു കടായിലേക്ക് എണ്ണ ചൂടാക്കണം. എണ്ണ ചൂടാവണേ. എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ നിങ്ങൾ ചിക്കൻ ഇട്ട് കൊടുക്കാവൂ. എന്താണെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ആ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തിരിച്ചിടുമ്പോഴേക്ക് ഇതേപോലത്തെ ഒരു കളർ കിട്ടും. എന്നിട്ട് നമുക്ക് ആ സൈഡ് മുരിയുമ്പോഴേക്കും അത് കോരിയെടുക്കാം. നല്ലതുപോലെ എണ്ണ പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവസാനം നമ്മൾ ഈ കറിവേപ്പിലയും വറ്റൽ മുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഞങ്ങളിപ്പോൾ സാധാ മുളകാണ് എടുത്തേക്കുന്നത്. അപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ നല്ല ഡിലീഷ്യസ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റി യമ്മി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.